നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏറ്റവും പുതിയ കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ താഴെ പറയുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്തും. ഏതൊക്കെ തസ്തികകളിലേക്കാണ് എന്ന് നോക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി OBC കാറ്റഗറി നമ്പർ 753/2024. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ധീവര കാറ്റഗറി നമ്പർ 69/2025. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ 28. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS പട്ടികജാതി കാറ്റഗറി നമ്പർ 74/2025. കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു പട്ടികവർഗം കാറ്റഗറി നമ്പർ 120/2024. ഇനി താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും. ഷോർട്ട് ലിസ്റ്റ് വരുന്നു. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ, ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന ആ പോസ്റ്റാണ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 576, 577. അപ്പോൾ ഇതിൻ്റെ ചുരുക്കപ്പട്ടിക ഉടനെ തന്നെ ഉണ്ടാകും. കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്റഗറി നമ്പർ 570/2024. കൊല്ലം ജില്ലയിൽ NCC വകുപ്പിൽ ബോട്ട് കീപ്പർ വിമുക്ത ഭടന്മാർ ടെറിട്ടോറിയൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ച വിടുതൽ ചെയ്തവർ പട്ടികജാതി കാറ്റഗറി നമ്പർ 421/2024. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഫീൽഡ് ഓഫീസർ SIUC നാടാർ ധീവര പട്ടികജാതി മുസ്ലിം ഹിന്ദു നാടാർ വിശ്വകർമ്മ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട്. 449, 450, 784, 785, 786, 787. അപ്പോൾ ഇതിന് കോമൺ എക്സാം ആയിരുന്നു ഫീൽഡ് ഓഫീസർ. കേരള വാട്ടർ അതോറിറ്റിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 93/2023. ഇനി പ്രോബബിലിറ്റി ലിസ്റ്റ് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കോൾക്കർ മുസ്ലിം കാറ്റഗറി നമ്പർ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ അപ്പോൾ OBC LC അപ്പോൾ അതിൻ്റെ നേരത്തെ പ്രിലിമിനറി എക്സാം നടന്നിരുന്നു. അതിൻ്റെ പ്രോബബിലിറ്റി എക്സാം ടെസ്റ്റ് ലിസ്റ്റാണ് ഇനി വരാൻ പോകുന്നത്. OBC LC AI SIUC നാടാർ ധീവര മുസ്ലിം SCC വിശ്വകർമ്മ കാറ്റഗറി നമ്പേഴ്സ് 715, 362, 368 വരെ, 362 മുതൽ 368 വരെ, 812, പിന്നെ 504. കണ്ണൂർ ജില്ലയിൽ NCC അല്ലെങ്കിൽ സൈനിക ക്ഷേമ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്. പിന്നീട് തിരുവനന്തപുരം ജില്ലയിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പിൽ പ്രസ്മാൻ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ. തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പവർ ലോണ്ടറി അറ്റൻഡർ. വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിങ്ങിൽ വകുപ്പിൽ ലൈൻമാൻ. അതുപോലെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റന്റ്. ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ. അതിൻ്റെ 197 ആയിരുന്നു കാറ്റഗറി നമ്പർ. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് 594 ആയിരുന്നു. ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ ബയോകെമിസ്ട്രി മൈക്രോബയോളജി തസ്തികയിലേക്കുള്ള ഓൺലൈൻ പരീക്ഷ മാറ്റിവെച്ചു. അപ്പോൾ ഒക്ടോബർ 14 ചൊവ്വാഴ്ച, അതായത് ഇന്ന് നടത്താനിരുന്ന പരീക്ഷയാണിത്. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ബയോകെമിസ്ട്രി 90/2025, അസിസ്റ്റന്റ് പ്രൊഫസർ മൈക്രോബയോളജി കാറ്റഗറി നമ്പർ 91/2025, അതുപോലെ NCA ഹിന്ദു നാടാർ 121/25. ആ തസ്തികകളിലേക്ക് ഇന്ന് ഒക്ടോബർ 14 ചൊവ്വാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്ന ഓൺലൈൻ പരീക്ഷ മാറ്റിവെച്ചു. 2025 നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കൂടി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരം നൽകേണ്ടതിനാലാണ് ഈ പരീക്ഷകൾ മാറ്റിവെച്ചത്. അപ്പോൾ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഒക്ടോബർ 14 മറ്റ് പരീക്ഷകൾക്ക് മാറ്റമൊന്നുമില്ല. ഇനി എൻഡ്യൂറൻസ് ടെസ്റ്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 473/2024 തസ്തികയിലേക്ക് 2025 ഒക്ടോബർ 22, 23, 24, 28, 29, 30 തീയതികളിൽ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് എൻഡ്യൂറൻസ് ടെസ്റ്റ് നടത്തും. അഡ്മിറ്റ് കാർഡ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭിക്കും. അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ LR1 വിഭാഗവുമായി ബന്ധപ്പെടുക. 0471 254 6242.
എൻഡ്യൂറൻസ് ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും ഉണ്ടാകും. പ്രായോഗിക പരീക്ഷ. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഹെറിറ്റേജ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റർ കാറ്റഗറി നമ്പർ 129 അതിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് 2025 ഒക്ടോബർ 22 രാവിലെ 10:30 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തും. പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് GR2A വിഭാഗവുമായി ബന്ധപ്പെടുക. 0471254647. ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും. പോലീസ് വകുപ്പിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻ പട്ടികവർഗം കാറ്റഗറി നമ്പർ 748/2024 തസ്തികയിലേക്ക് 2025 ഒക്ടോബർ 24 രാവിലെ 5:30 കൊല്ലം SN കോളേജ് മൈതാനത്ത് വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ്, അസൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഹാജരാകുക. കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം കൊല്ലം PSC മേഖലാ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും നടത്തും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. ഇനി ഒരു അഭിമുഖ തീയതിയിൽ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒക്ടോബർ 15, 16 തീയതികളിൽ PSCയുടെ ആസ്ഥാന വകുപ്പിൽ വെച്ച് അഭിമുഖം നിശ്ചയിച്ചിരുന്ന ലെക്ചറർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെൻറ് പോളിടെക്നിക്കലിലേക്ക് അത് ഒക്ടോബർ 15 മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയ നിവാരണത്തിന് ഉണ്ടെങ്കിൽ GR7 വിഭാഗവുമായി ബന്ധപ്പെടുക. 0471254644. ഇനി കാസർഗോഡ് ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 12/2024 ഇതിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഒക്ടോബർ 17 കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം. അടുത്തത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രമാണ പരിശോധന. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ കാറ്റഗറി നമ്പർ 506/2024 ഇതിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് 2025 ഒക്ടോബർ 17, 18 തീയതികളിൽ രാവിലെ 10:30 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS നൽകിയിട്ടുണ്ട്. സംശയ നിവാരണത്തിന് GR4B അതായത് 0471254648 വിഭാഗവുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.